സൈക്കോളജികൾക്ക് വലിയ മാർക്കറ്റുള്ള കാലം ഇത്. കാര്യം അല്ലേ ഡോക്ടർ ജിൻസി, ഇതിപ്പം ഈ കാര്യങ്ങളെല്ലാം കേട്ടല്ലോ. കാരണം എനിക്കൊന്ന് സമൂഹത്തിന്റെ ചികിത്സ ആവശ്യമാണ്, ഒരു ട്രീറ്റ്മെന്റ് എടുക്കണം. അതെ, ഒരു മെന്റൽ ഹെൽത്ത് ലിറ്ററസി ഇല്ലാത്തതിന്റെ ഒരു കുറവാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. ഇപ്പൊ ഇവര് പറഞ്ഞ പല കാര്യങ്ങളിലും നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യണമെന്ന് ആരും പഠിപ്പിച്ചിട്ടില്ല. നിസ്സഹായരായി പോകുന്നു, സഹായിക്കാൻ ആരുമില്ല. എനിക്കും നിസ്സഹായരായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ അന്വേഷിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് സഹായമാണ്. നമുക്ക് തന്നെ നമ്മളെ സഹായിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലോട്ടാണ് സൈക്കോളജി ആ മനുഷ്യനിലോട്ട് ഇറങ്ങി ചെല്ലുന്നത്. നമ്മളെ സഹായിക്കാൻ, നമ്മളെ തന്നെ പ്രാപ്തരാക്കാൻ വേണ്ടിയാണ് കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും നമ്മൾ കൊണ്ടുവരുന്നത്. അല്ല, ഐ മീൻ ഇറ്റ് ഈസ് എ സ്കൂൾ ഓഫ് സൈക്കോളജി വിച്ച് ഡീൽസ് വിത്ത് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. മനുഷ്യരുടെ ഇമോഷണൽ കൺട്രോൾ നഷ്ടപ്പെടുന്ന സമയത്ത്, അത് റെഗുലേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കാത്ത സമയത്ത് ഇത് ഏൽപ്പിക്കുന്ന ആഘാതത്തിൽ മാത്രം അവർ കുടുങ്ങിപ്പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വേഴ്സ്റ്റായിട്ട് സംഭവിച്ചേക്കാവുന്ന കാര്യത്തെക്കുറിച്ച് മാത്രം അവർ ചിന്തിക്കുകയും മറ്റൊന്നിനെക്കുറിച്ചും അവർക്ക് ചെയ്യാൻ പറ്റുന്ന 100,000 കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കില്ല. ഇതിൻ്റെ വേഴ്സ്റ്റ് ഞാൻ എങ്ങനെ ഇത് ഫേസ് ചെയ്യും, എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. ഡോക്ടറെ, ഈ ആദിത്യ എന്ന കുട്ടി അതേപോലുള്ള ആൾക്കാർ ഇപ്പം നമ്മുടെ ദൃശ്യ പോലുള്ള ഓർഗനൈസേഷൻ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇവർക്ക് ഈ ദൃശ്യയെ കുറിച്ചൊക്കെ അറിയാമോ? നമുക്ക് ഇനി ചോദിക്കാൻ പറ്റില്ല, ആ കുട്ടി കടന്നുപോയി. അപ്പം കാരണം ഇത് ശരിക്കും ഇത് ഉണ്ടാകുന്ന ഒരു പ്രഷർ നമ്മുടെ മനസ്സിലേക്ക് അപ്ലൈ ചെയ്യുമ്പം ആ നിമിഷം ഇത് ആരെങ്കിലും കയറി കൈ കൊടുത്താൽ ചിലപ്പോൾ പിന്തിരിയുമല്ലോ അവര്. അതെ സാർ, അതാ ഞാൻ പറഞ്ഞ ഈ മെന്റൽ ഹെൽത്ത് ലിറ്ററസി എന്ന് ഈ 15-16 വയസ്സുള്ള കുട്ടിയുടെ ബ്രെയിൻ പൂർണ്ണമായിട്ട് വളർച്ച എത്തിയിട്ടില്ല. പക്ഷേ ഈ കാലഘട്ടത്തിനിടയിൽ അവർക്ക് ധാരാളം അറിവുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വിചാരിക്കും എനിക്ക് പൂർണ്ണമായി ഇതിനെപ്പറ്റി അറിയാം. ഈ കാര്യം അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാകുന്ന സമയത്ത് പേരൻസിനോടോ അവർക്ക് വിശ്വസിക്കാവുന്ന മുതിർന്നവരോടോ അല്ലെങ്കിൽ പ്രൊഫഷണൽസിനോടോ ചോദിക്കാനുള്ള ആ ചിന്ത അവരുടെ മനസ്സിൽ പോകുന്നില്ല. പക്ഷേ ഈ കുട്ടികൾക്ക് അത് ചിന്തിക്കാൻ പറ്റുന്നില്ല. അവർ ഫ്രീക്വൻ്റ് ആയിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആ ഒരു മായാലോകത്ത് അവർ കുടുങ്ങി പോകുന്നതുകൊണ്ടാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.